നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എന്തിനാണ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇങ്ങനെ ഒരു വിമാന കമ്പനി എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്കായി എത്തുന്നവർക്ക് തലവേദനയുണ്ടാക്കുന്ന വിമാന കമ്പനിയുടെ നടപടിയിൽ യാതൊരു മാറ്റവും ഇനിയും വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഓരോ സംഭവവും. എത്ര പ്രതിഷേധിച്ചാലും ഞങ്ങൾ ഇങ്ങനെ സർവീസ് നടത്തൂ എന്നുള്ള തരത്തിലാണ് യാത്രക്കാരോടുള്ള കമ്പനിയുടെ സമീപനം. ഇപ്പോൾ യാത്രയ്ക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സർവീസ് റദ്ദാക്കിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പും നൽകാതെ പൊടുന്നനെ റദ്ദാക്കിയത്. വിമാനം പുറപ്പെടാൻ ഏതാനും മണിക്കൂറുകൾ അവശേഷിക്കെ സർവീസ് റദ്ദാക്കിയതിനാൽ തന്നെ യാത്രക്കാർ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഇതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 200ഓളം യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ചെക്ക് ഇൻ തുടങ്ങാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് യാത്രക്കാർ വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത്. ബന്ധുക്കൾ മരിച്ചതിനെ തുടർന്ന് യാത്രയ്ക്ക് തയ്യാറെടുത്തവർ തുടങ്ങി അടിയന്തരമായി നാട്ടിലെത്തേണ്ട നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. എന്താണ് വിമാനം റദ്ദാക്കുന്നതെന്നുള്ള വ്യക്തമായ ഉത്തരം അധികൃതർ നൽകിയിട്ടില്ല. സാങ്കേതിക തകരാറാണെന്ന് മാത്രമാണ് അറിയിച്ചത്. നാളെ രാവിലെ വിമാനം പുറപ്പെടുമെന്നാണ് ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ദുബായിലേക്ക് പുറപ്പെടാൻ വൈകിയതിനെ തുടർന്ന് വിമാനത്താവളത്തിനുള്ളിൽ മണിക്കൂറോളമാണ് യാത്രക്കാർ കുടുങ്ങിയത്. മംഗളൂരിൽ നിന്ന് വ്യാഴം രാത്രി 11:05 പറക്കേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് IX814 വിമാനം 29-ന് ഇന്ത്യൻ സമയം പുലർച്ചെ 1:45-നാണ് 3 മണിക്കൂറോളം യാത്രക്കാരെ ദുരിതത്തിലാക്കി പുറപ്പെട്ടത്. 4 മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരെ എല്ലാ നടപടികളും പൂർത്തിയാക്കി വിമാനത്തിനകത്ത് കയറ്റിയ ശേഷമാണ് സംഭവം. ഇതിനുശേഷമാണ് സാങ്കേതിക തകരാറ് മൂലം വിമാനം വൈകുമെന്ന് അധികൃതർ യാത്രക്കാരെ അറിയിച്ചത്. കണ്ണൂർ, കാസർഗോഡ് സ്വദേശികളടക്കമുള്ള യാത്രക്കാർക്കാണ് മണിക്കൂറുകൾ വിമാനത്തിനകത്ത് ചൂട് സഹിച്ച് കഴിയേണ്ടി വന്നത്. വിശന്നു വലഞ്ഞ കുട്ടികൾ മണിക്കൂറോളം നിർത്താതെ കരഞ്ഞശേഷം പലരും ക്ഷീണിച്ച് ഉറങ്ങുകയായിരുന്നു. യാത്രക്കാരെ പുറത്തിറക്കി വിടാനോ അവർക്ക് ഭക്ഷണമോ മറ്റ് സൗകര്യങ്ങളോ നൽകാനോ പോലും അധികൃതർ തയ്യാറായില്ലെന്നും പരാതി ഉയർന്നു. യാത്രക്കാരുടെ ദുരിതാവസ്ഥ വിമാന കമ്പനി ജീവനക്കാരോ അധികൃതരോ പരിഗണിച്ചതേയില്ലെന്ന് പരാതിയും ഉയർന്നു. ഇതിലും എത്രയോ പരാതികൾ ഉയർന്നിട്ട് പോലും വിമാന കമ്പനിയുടെ യാത്രക്കാരോടുള്ള ഈ ഒരു സമീപനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.